നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. കഴിഞ്ഞ ദിവസമാണ് ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഓസ്കർ പ്രഖ്യാപന ദിവസം തന്നെ വളരെ കൗതുകമുള്ള ഒരു പ്രൊജക്ടിന്റെ അനൗൺസ്മെന്റ് മലയാളത്തിൽ നടന്നു. സംവിധായകൻ സലീം അഹമ്മദാണ് കൗതുകമുള്ള പേരുമായി ഓസ്കർ ദിനത്തിൽ തന്റെ പുതിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചത്. ആൻഡ് ദി ഓസ്കർ ഗോസ് ടു എന്നാണ് സലീം അഹമ്മദ് പുതിയ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ആദാമിന്റെ മകൻ അബുവിനും പത്തേമാരിക്കും ശേഷമാണ് സലീം അഹമ്മദ് അടുത്ത ചിത്രവുമായി എത്തുന്നത്. ആൻഡ് ദി ഓസ്കർ ഗോസ് ടുവിൽ മമ്മൂട്ടിയാണ് നായകനെന്നും അതല്ല ദുൽഖറാണെന്നുമൊക്കെ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലുമൊക്കെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പുതിയ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആരാകും നായകൻ എന്നുള്ള ചർച്ചകളും സിനിമാ ഗ്രൂപ്പുകളിൽ സജീവമാണ്. എന്നാൽ ഇതാ ഇപ്പോൾ തന്റെ ഓസ്കർ ചിത്രത്തെ പറ്റി സലീം അഹമ്മദ് മനസ്സ് തുറക്കുകയാണ്. ടൈറ്റിലിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഓസ്കർ ദിനത്തിൽ അനൗൺസ് ചെയ്തത് എന്നാണ് സലീം അഹമ്മദ് പറയുന്നത്. നായകനെ സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല. വിഷയം സിനിമ തന്നെയാണ്, സിനിമയ്ക്കുള്ളിലെ സിനിമ. ഇവിടുത്തെ ഒരു ചലച്ചിത്ര പ്രവർത്തകന് ഒഫീഷ്യൽ ഓസ്കർ എൻട്രി കിട്ടുന്നതും അതിനുവേണ്ടി പോകുന്നതും ഒക്കെയാണ് വിഷയം. പത്തേമാരിയിൽ പ്രവാസത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളുകളുടെ സ്ട്രഗിളിനെ കുറിച്ചാണ് പുതിയ സിനിമ. നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരു വർഷം പുറത്തിറങ്ങുന്നത് 100 സിനിമയാണെങ്കിൽ 500 സിനിമയെങ്കിലും എറണാകുളത്തെ ഫ്ളാറ്റുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെയായി ആരൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട്. സ്വന്തം ജീവിതം പണയം വെച്ചിട്ട് തന്നെയാണ് ഒരുപാട് പേർ സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകും സിനിമയിലെന്നാണ് സലീം അഹമ്മദ് പറയുന്നത്. സൗത്ത് ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് സലീം അഹമ്മദ് മനസ്സ് തുറന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും സലീം അഹമ്മദ് തന്നെയാണ്. സലീം അഹമ്മദിന്റെ മുൻപത്തെ ചിത്രങ്ങളായ പത്തേമാരിയും ആദാമിന്റെ മകൻ അബുവുമൊക്കെ ഏറെ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രങ്ങളാണ്. അതിനാൽ പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനത്തെയും സിനിമാ പ്രേമികൾ സന്തോഷത്തോടെയാണ് വരവേറ്റത്. ഒരു കാമ്പുള്ള കഥയും കാമ്പുള്ള സിനിമയുമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.